കേന്ദ്ര സർക്കാരിനെതിരായ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാജ്ഭവൻ മാർച്ചുമായി കോൺഗ്രസ്. അദാനിയും കൂട്ടാളികളും നടത്തിയ സാമ്പത്തിക ഓഹരി ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച്. രാജ്യത്തെ കബളിപ്പിച്ച അദാനിയുമായി മോദി യാത്ര ചെയ്യുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. നട്ടെല്ലില്ലാത്ത സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നായിരുന്നു KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ വിമർശനം. രാജ്യത്തിന്റെ ഖജനാവിനെയും രാജ്യത്തെ ബാങ്കുകളെയും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും രാജ്യത്തെ ഓഹരി ഉടമകളെയും കോടാനുകോടി രൂപ കബളിപ്പിച്ച അദാനി ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ കൂടെ യാത്ര ചെയ്യാൻ ഒരു കുഴപ്പമില്ല. മണിപ്പൂരിൽ കത്തിയെരിയുകയാണ്. വീണ്ടും രാജ്യവ്യാപകമായി ക്രൈസ്തവരും ക്രൈസ്തവ ദേവാലയങ്ങളും അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളും ഈ രാജ്യത്തെല്ലായിടത്തും ആക്രമിക്കപ്പെടുകയാണ്. അത് ഏറ്റവും പീക്കിൽ നിൽക്കുന്നതാണ് മണിപ്പൂരിൽ. എന്നിട്ടാണ് കേരളത്തിൽ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് ക്രിസ്മസ് ആകുമ്പോൾ കേക്ക് വാദ്യവന്മാർ ചെല്ലുന്നു. ഒരു കോടീശ്വരൻ ഇന്ത്യ ഭരണകൂടത്തെ ഉള്ളം കയ്യിലെടുത്ത് ആ ഇന്ത്യ ഭരണകൂടത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ അവരുടെ മുമ്പിൽ ഒരു വാലാട്ടിയെ പോലെ അദ്ദേഹത്തോടൊപ്പം ഒട്ടിനിന്ന് മുൻപോട്ട് പോകുന്നത് കാണുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനത്തെ ഓർത്ത് നമുക്ക് ലജ്ജിക്കാനേ സാധിക്കൂ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ നാടിന്റെ വികസനത്തിന് അടിവരയിട്ടുകൊണ്ടും മുൻപോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ദൃക്സാക്ഷിയായി അത് നോക്കി നിൽക്കാൻ സാധിക്കില്ല. റോഷിപാലിന്റെ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് തലസ്ഥാനത്തും പ്രതിഷേധം നടന്നത്. കെ സുധാകരനും വി ഡി സതീശനും സംസാരിക്കുന്നത് കണ്ടു. എന്തൊക്കെയാണ് നേതാക്കൾ പറയുന്നത്? സ്മൃതി, പാർലമെന്റിന്റെ അകത്തും പുറത്തും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. എല്ലാ സംസ്ഥാനത്തും രാജ്ഭവനിലേക്ക് അതാത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ചാണ്. AICC പ്രതിനിധികളും മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. AICC സെക്രട്ടറി ഇവിടെ മാർച്ചിൽ പങ്കെടുത്തിരുന്നു. കെ സുധാകരനാണ് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സർക്കാരിനെതിരെ കൂടുതൽ ശക്തമായ സമരത്തിന് തുടക്കം കുറിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേന്ദ്രത്തിനെതിരെയുള്ള സമരം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിന്റെ ഒരു തുടക്കമായി തന്നെ ഈ രാജ്ഭവൻ മാർച്ചിനെ കാണേണ്ടി വരും. വലിയ ജനപങ്കാളിത്തം, പ്രവർത്തകരുടെ പങ്കാളിത്തം കൂടെ ഈ മാർച്ചിലുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും മാർച്ചിൽ പങ്കെടുത്തു. എല്ലാവരും കേന്ദ്ര സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് അദാനിയുമായുള്ള ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരെയുള്ള വലിയ വിമർശനം. ഒപ്പം മണിപ്പൂർ ഈ ചൂരൽമല മുണ്ടക്കൈ ഉൾപ്പെടെ കേന്ദ്ര സഹായം നിഷേധിക്കുന്നത്, ആവശ്യമായ സഹായം നൽകാത്തത് ഉൾപ്പെടെ ഈ പ്രതിഷേധ മാർച്ചിൽ വിഷയമായിട്ടുണ്ട്. സ്മൃതി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.